ഫലസ്തീൻ ഇന്ത്യയുടെ ശത്രു രാജ്യമല്ല. പതിറ്റാണ്ടുകളായി നമ്മൾ അവരുടെ കൂടെയായിരുന്നു. ഇന്ന് ഇസ്രായേലും നമുക്ക് സൗഹൃദ രാഷ്ട്രമാണ്. റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് നമ്മൾ നടത്തിയത്. പഴയ സ്ട്രാറ്റജിക്കൽ പങ്കാളി എന്ന നിലയിൽ നമ്മിൽ ഒരു വിഭാഗത്തിൻ്റെ മനസ്സ് റഷ്യയുടെ കൂടെയായിരുന്നു. എന്നാൽ ഉക്രൈനിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയ റഷ്യയെ പിന്തുണക്കാതെ ഇരയാക്കപ്പെടുന്ന ഉക്രൈന് വേണ്ടി ശബ്ദിക്കുന്ന മറ്റൊരു വിഭാഗവും ഇവിടെയുണ്ട്. നമ്മൾ ഈ രണ്ട് അഭിപ്രായമുള്ള വിഭാഗങ്ങളുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. അവിടെ പരസ്പരം തീവ്രവാദികൾ വിളിയോ തെറിവിളിയോ കേൾക്കുന്നില്ല. എന്നാൽ ഇന്ന് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും ഒരു വിഭാഗം ഇസ്രായേൽ പക്ഷത്താണ്. കാരണം ഇസ്രായേൽ നേരിടുന്നത് ഫലസ്തീൻ എന്ന മുസ്ലിം രാജ്യത്തെയാണ്. സ്വാഭാവികമായും മറ്റൊരു വിഭാഗം ഫലസ്തീൻ പക്ഷത്താണ്. കാരണം അവരുടെ മനസ്സിൽ ഫലസ്തീൻ എന്നത് കിടപ്പാടത്തിനായി പോരാടുന്ന സമര പോരാളികളുടെ നാടാണ്. ഈ രണ്ട് വിഭാഗവും തമ്മിൽ ഇവിടെ മറ്റൊരു സോഷ്യൽ മീഡിയ യുദ്ധം നടക്കുന്നുണ്ട്. ഫലസ്തീൻ അനുകൂലികൾ അവർക്ക് തീവ്രവാദികളാകുമ്പോൾ ഇസ്രായേൽ അനുകൂലികൾ അവർക്ക് സാമ്രാജ്യത്വ ഫാസിസ്റ്റുകളാവുന്നു. എന്നാൽ നമ്മൾ ഫലസ്തീനെ അനുകൂലിക്കുന്നത് രാജ്യദ്രോഹമോ ഇസ്രായേലിനെ അനുകൂലിക്കുന്നത് രാജ്യസ്നേഹമോ ആകുന്നില്ല. കാരണം ഇന്ത്യ അത്തരമൊരു നിലപാടിൽ എത്തിയതായി നമുക്കറിയില്ല. പണ്ട് LTTക്കെതിരെ ശ്രീലങ്കൻ സമാധാന സേനയിൽ അംഗമായതിന് നമ്മുടെ രാജ്യത്തിന് കനത്ത വില നൽകേണ്ടി വന്നു. നമ്മുടെ പ്രിയങ്കരനായിരുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ നമുക്ക് നഷ്ടമായി. അന്നും തമിഴ് വംശജർക്കായി മുദ്രാവാക്യം മുഴക്കിയവരും അവർക്കെതിരെ ശബ്ദിച്ചവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നത്, ചേരിതിരിഞ്ഞ് നമ്മൾ ഇവിടെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മനസ്സിലെ വർഗീയത വളമാക്കാനായി ഇറങ്ങിത്തിരിക്കുന്നവർ ഒന്ന് ഓർക്കുക, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾക്ക് പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവില്ല. ജൂത കൂട്ടക്കൊലയിൽ ഹിറ്റ്ലറെ പിന്തുണച്ചവർ ഇന്ന് ഇസ്രായേൽ ജനതയെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള ഐക്യദാർഢ്യമാണോ മറ്റു ചിലരോടുള്ള വെറുപ്പാണോ എന്ന ചോദ്യം ഇവിടെ അപ്പോഴും ബാക്കിയാവുന്നുണ്ട്. യുദ്ധം അതിഭീകരമാണ്. ഭൂരിപക്ഷം നിരപരാധികൾ ബലിയാടാവുന്ന കൊടും ക്രൂരത. ആര് തുടങ്ങിയാലും ഇരകൾ നിരപരാധികൾ തന്നെയാണ്. സിവിലിയൻസ് എന്ന ഓമനപ്പേരിൽ കൊല്ലപ്പെടുന്ന ലക്ഷങ്ങൾ അവർ തന്നെയാണ്. സ്വന്തം മണ്ണിനായി മരിക്കുന്നവരും അന്യരുടെ മണ്ണിനായി കൊല്ലുന്നവരും ലോകത്ത് ആദ്യമല്ല, അവസാനത്തേതുമല്ല. ഇതിനിടയിൽ പ്രാണവേദനയിൽ പിടഞ്ഞ ലക്ഷക്കണക്കിന് പച്ച മനുഷ്യരുടെ വേദന നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ആരാധകരായി കളി കാണുന്ന നിഷ്കുകളെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന പാവം കുഞ്ഞുങ്ങളും സ്ത്രീകളുമൊന്നും കുറ്റവാളികളല്ല. അവർ ചെയ്ത തെറ്റ് ആ നാടിന്റെ പൗരന്മാരായി എന്നത് മാത്രമാണ്. വൈദ്യുതിയും വെളിച്ചവും വെള്ളവും ഇടതടവില്ലാതെ ലഭിച്ചുകൊണ്ട് ടെലിവിഷൻ സ്ക്രീനിൽ ഈ ഗെയിം കാണുന്ന നിങ്ങൾക്ക് ആ ഭീകര നിമിഷങ്ങളെപ്പറ്റി മനസ്സിലാക്കാനാവില്ല. ചുരുങ്ങിയ പക്ഷം ഈ പക്ഷം പിടിച്ചുള്ള വാഗ്വാദങ്ങൾ അവസാനിപ്പിക്കൂ. എന്നിട്ട് യുദ്ധത്തിന്റെ ഇരകളാവുന്ന നിരപരാധികളായ അനേകം മനുഷ്യർക്കായി ഇനിയെങ്കിലും പ്രാർത്ഥിക്കൂ.